കാസർഗോഡ് നീലേശ്വരത്ത് പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ട് യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. അയൽവാസിയുടെ വീടിന് മുകളിൽ കയറിയായിരുന്നു ആത്മഹത്യാ ഭീഷണി. നീലേശ്വരം പോലീസും ഫയർഫോഴ്സും ചേർന്ന് പൊറോട്ടയും ബീഫിനും വേണ്ടി ആത്മഹത്യ ഇതേപോലെ ചെയ്യുവോ? ഇനി ചെയ്താൽ പോലീസ് ഇങ്ങനെ പെരുമാറില്ല കേട്ടാ. അപ്പൊ നിനക്ക് ഒരു തവണ നമ്മള് ക്ഷമ ചോദിച്ച് എനിക്ക് തന്നു കേട്ടാ. വാങ്ങിക്കൊടുത്തിട്ട് പറയണല്ലോ പൊറോട്ടയും ബീഫും മുട്ടക്കറിയും എല്ലാം ഉണ്ട്. അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതിനിടയിലാണ് പിന്നീട് ബീഫും പൊറോട്ടയും ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചേർന്ന് വാങ്ങുകയും അദ്ദേഹത്തിന് മുന്നിൽ വെച്ചതിന് ശേഷം, അതായത് താഴെ ബീഫും പൊറോട്ടയും ഉണ്ട് എന്ന് പൊതി തുറന്നു കാണിച്ച്, സമീപത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് പൊതി തുറന്നു കാണിച്ച് അദ്ദേഹം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ഈ ശ്രീധരൻ താഴേക്ക്. അതല്ല, അങ്ങേക്ക് നാളെയും വിശക്കും. അപ്പൊ അടിച്ചു കഴിക്കാൻ എന്താ ബിരിയാണി എടുക്കല്ലേ? 3 ബിരിയാണി എടുത്തു. ഒരെണ്ണം പാർസലാണോ? ഇപ്പൊ കഴിക്കാനാ? താനേരിടോ? എന്താ സാറേ, താൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല സാറേ, ഡ്യൂട്ടി ടൈമാണ്. ഞാൻ പിന്നെ കഴിച്ചോളാം. എനിക്ക് വിശക്കുന്നില്ല. വിശക്കണൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. നിങ്ങൾ കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. എടോ ഇരിക്കടോ, ഞാനല്ലേ പറയുന്നത്. നന്മ മരമാണോ? ആയിക്കോട്ടെ, അവരൊപ്പം ഇരുന്ന് കഴിക്കും. എനിക്ക് വേറെ നല്ല ജോലികളും ട്രൈ ചെയ്തോ? എനിക്ക് പഠിക്കാനാണ് സാറേ താല്പര്യം. ഇവിടെ നിന്ന് കിട്ടണ കാശൊക്കെ കൂട്ടി വെച്ചിട്ട് ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ അധ്വാനിച്ച് പഠിക്കണം. അത് നല്ല ചെറുക്കന്മാർ വലിയ ജോലിയൊക്കെ കൊടുക്കുമായിരിക്കാം. നോക്കാം. ഞങ്ങൾ എണീക്കട്ടെ, താൻ കഴിക്കും, പൈ കഴിക്കും. എന്ത് നല്ല ചെറുപ്പക്കാരല്ലേ ഇപ്പോഴത്തെ. എന്ത് നല്ല ചെറുപ്പക്കാരല്ലേ? നീ ചെന്ന് ബില്ലോട് പോയി. കാശ് അവര് തന്നില്ലേ? ഇല്ല, എന്നെക്കാളും മുന്നേ അവർക്ക് പോകുന്നാണല്ലോ. ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. നീ നോക്കിക്കേ. മുതലാളി, അവന്മാര് മുങ്ങി. മൈലാടി അവന്മാര് തേച്ച് നന്മ മരം. ഇതാണ് നന്മ മരം. അടുത്ത വീഡിയോ കാണാം. ഡബിളാണ് എങ്കിലും ഭയങ്കര സൂപ്പറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന് ഈ ചോറ് വേണോ ഈ ചോറ് വേണോ? ഒരു കാര്യം ഞാൻ ചോറിഞ്ഞതാ. അത് അതിനകത്തമ്മ പീസുണ്ട്. ഇന്നയ്ക്കൊരു പൊടി. എവിടെ നിന്റെ ഇട? കോഴിയുടെ തൊട, കോഴിയുടെ ഉണ്ണി, കോഴിയുടെ കുണ്ടി. ഇതെന്നാ വരാതോ? ആ ചോറ് കാണാൻ മര്യാദക്ക്. ഈ ബോക്സ് ഇതാ ശരി എടുത്തു. ഇടയ്ക്ക് കംപ്ലീറ്റ് തെറിയാണ്. ശ്രദ്ധിച്ച് കേട്ടറിയും. പൂര തെറികളാണ് ഇടയ്ക്ക് വിളിക്കണം. മാമനും മോനും കൂടി. ഈ ബോക്സ് ഇതാ ശരി എടുത്തോ. അതൊന്നുമില്ല, വേണേ തുറന്നു നോക്കും. ഞാൻ തുറന്നു കാണിച്ചു തരാം. കേക്ക് തള്ളി കണ്ടോ? നോക്ക് കണ്ടോ? ഒന്നുമില്ല. അത്രയും കേക്ക് അതി വെച്ച് മൂമിച്ചല്ലോടാ. ഈ കവറ് വേണോ? ഈ പൈസ വേണോ? പൈസ മതി. ഇത്തവണ മാമ സ്കോർ അടിക്കും കേട്ടാ. ഒന്നും കൂടെ ആലോചിക്ക. പൈസ മതിയടാ. ഈ ഇത്തവണ മാമ സെറ്റ്. കവറിട്. പൈസ മതിയെന്ന്. പൈസ നീ ഒരു കാര്യം, കവറുള്ളത് കാണിക്കും. വേണ്ട കണ്ടോ? മാമൻ കേറി. എടാ തായളി, കൊറേ നാളുകൊണ്ട് നീ എന്നെ മൂഞ്ചി. എടാ എന്റെ പൈസ തെറിയാണെങ്കിൽ സംഭവം പൊളിയാണ് കേട്ടോ കണ്ടുപിടിക്കാൻ. ഭയങ്കര ഒന്നുകൂടെ കാണാൻ. അടുത്ത മാമന്റെ മാമായി മുട്ടായി കണ്ടല്ലേ ഇതിപ്പോ രണ്ടോ മൈരവും എന്നത്തെ കണക്ക് എന്നെ മൂഞ്ചിക്കല്ലേ താളി. നീ അതിനുള്ള ഉറപ്പാടാ. രണ്ടായി നോക്ക്. എടാ ഇത് എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഒരു കാര്യം ചെയ്യുന്നു, ഈ ലൈറ്റർ നീ രണ്ടാക്കി കാണിക്കും. രണ്ടാക്ക്. ഓഹോ താളി തൊലയ്ക്കോ നീ? ആണ്ട ലൈറ്റർ രണ്ടായി. ഇതിന്റെ രണ്ടായി. എന്നാ ഒരു കാര്യം ചെയ്. എന്നാ ഈ പൈസ ഉണ്ടാക്ക്. ഇപ്പൊ രണ്ടാക്കാം. വേഗം നാട്ടെ. നിന്നെ കൊണ്ടൊരു മൈര് നടക്കത്തില്ലടാ. നീ വെറുതെ എല്ലാം കൊണ്ട് വിഴുങ്ങ്. എടോ ഇത് ഇത്രയും പൈസ. ഒരു കാര്യം ചെയ്യുന്ന ഇതും കൂടെ വെച്ചോ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു തുകയാക്ക്. പിന്നെന്താ? വേഗം നാട്ടെ.
എന്റെ പോക്കറ്റ് നിറയണം. ഇപ്പൊ ശരി നല്ല അങ്ങനെ ആനക്ക് എന്തിനാ പൈസ? ഇത് എവിടോ ഉള്ള പൈസ എല്ലാം തൊലച്ചോ? എങ്ങനെ ഇരിക്കുന്നു ചൂടവിടെ ടും ടും. മാമന്റെ പൈസയും പോയി, എല്ലാം പോയി. എന്തിനാ പൈസ? ഇത് എവിടോ ഉള്ള പൈസ എല്ലാം തൊലച്ചോ? ഇവിടെ ഇതിനകത്ത് നീ എന്റെ ഇപ്പോഴല്ല വാങ്ങിച്ചത് വെച്ചത്. നീ വിഴിഞ്ഞൂടാ താളി. മാമ മാഞ്ഞു പോയി. എന്നെ വീണ്ടും മൂഞ്ചിച്ചോടാ നീ. അയ്യേ തുപ്പല എന്തിനാ പറയുന്നത്? കവോ മയിര് തുപ്പി ഓട്ടിക്കണ്. അടുത്ത വീഡിയോ നോക്കാം. എന്നാടാ ഇത്? അയ്യോ പൊള്ളി എന്റെ അടി. അയ്യോ അയ്യോ ഉണ്ടോ? എന്റെ സാധനം ഉണ്ടോ? ഇപ്പൊ പൊള്ളി എന്റെ സാധനം എടുത്തോണ്ട് പോളാ താളി. അവന്റെ ചൂട് കട്ടൻ ചായ മയിര് എടുത്തോണ്ട് പോളാ. എടുത്തോണ്ട് മയിര് എന്റെ സാമാനം പടന്ന് ഓടുന്ന തന്നെ മയിരൊക്കെ. അമ്മ ഇത് ഒറിജിനൽ വെള്ളമൊന്നും അല്ല അമ്മ. ഇത് പറ്റിക്കുന്ന ഇത് ഇതിനോട് ജോയിന്റ് ആയിരിക്കുന്ന സാധനം. അതാണ്ടേ. ഓഹോ അയ്യോ അയ്യോ മയിരെ നമുക്ക് അവനെ പറ്റിക്കാം. ഓ അവനെ വിളിച്ചു വരുത്ത്. നോക്കി വിളിക്കണ. അവനെ പറ്റിക്കാൻ വേണ്ടി തിളച്ച തേയില വെച്ചിട്ടാണ് പോണത്. മിക്കവാറും മാമൻ തേയില. താടറ മക്കളെ ചൂട് ചായ എന്നാ പണിയാ കാണിച്ച അവന്റെ നീ ജോയിന്റ് ഒരുമിച്ചിരിക്കുവാന്ന് നോക്ക്. അവന്റെ പുറത്ത് എടാ അവന്റെ അരി വരെ പറഞ്ഞ ജോയിന്റ് ഒരുമിച്ചിരിക്കുന്നു. അവന്റെ പുറത്ത് എടാ അവന്റെ അരി വരെ വെന്തം തോന്നുന്നത്. വെന്തോടാ ആ വെന്ത് താണ്ട വെന്ത് ആ വെന്ത് വെന്തോടാ ആ വെന്ത്. സൂപ്പർ. നെക്സ്റ്റ് മൈനെ വിളിച്ചു പറഞ്ഞതാ പൈൻ്റെ എടുക്കാനുള്ള പൈസ മൈനെ വീട്ടിൽ മറന്നു വെച്ചിട്ട്. എടാ നീ ഒന്നും മിണ്ടേരണം മൈനെ മറന്നു പോയനെ. കോമഡിയാണ് കേട്ടോ ഇത്. ഇതൊക്കെ കണ്ടില്ലേ എത്രയൊന്നും പറഞ്ഞടാ ഒരാളെ ഇങ്ങനെ പ്രകോപിപ്പിക്കണം. പീഡനം പീഡനം എന്ന് പറയണേ. അതിൽ ആളുടെ ഫ്രണ്ടിൽ കണ്ടിട്ടില്ല ആട്ടി കാണിച്ചു കൊടുക്കണ്ട. വാ വാ ആട്ടതിന്റെ അർത്ഥം കണ്ട വാ വാ. ആട്ടതിന്റെ അർത്ഥം അതാണ്. വാ വാ വീണ്ടും ആട്ടം വാ വാ. ഇപ്പൊ കോമഡി വീട്ടിൽ മറന്നു വെച്ചിട്ട്. എടാ നീ ഒന്നും മിണ്ടേരണം മൈനെ മറന്നു പോയനെ. എന്റെ വീട്ടിൽ ചന്തയോ മറന്നില്ലല്ലോ. മനുഷ്യന്റെ കൺട്രോൾ കുറെ നേരം കൊണ്ടിട്ട് കുലുക്കുന്ന കയറി പിടിതാളി മയിലിനെ ഇന്ന് ഞാൻ അടുത്ത വീഡിയോ ഇന്നരമണി ഇതും കൂടെ കഴിവ്. മയിരി എന്റെ മയിരി ഇതിനാണോ മയിരി നീ എന്നെ കല്യാണം കഴിച്ചോണ്ടോ മയിരി മാത്രം അണ്ടി പോ പോ മയിരൊക്കെ. ഈ മയിരി കൂടിയ ചത്തി വീഴാത്ത താളി. മാറി എറിഞ്ഞിട്ട് പോണ് പറഞ്ഞത്. കൂടിയ ചത്തി വീഴാത്ത താളി. കാളെ ഫ്രണ്ടിൽ കിടന്ന് മൂടിട്ട് ആട്ടുന്നു. മറ്റേ പെണ്ണ് കണ്ടില്ലേ ഒരുത്തന്നെ മുമ്പിൽ കിടന്നിട്ട് ആട്ടിയ പോലെ. അവന്റെ കഴപ്പാടോടെ ചെയ്യും. പിന്നെ അല്ലാതെ കാളേരോ ഫ്രണ്ടിൽ കൊണ്ട് മൂടിട്ട് ആട്ടി കൊടുത്ത് കാള കയറി ഇറങ്ങി പോകും. ചിരിച്ചിരിച്ച് വയ്യ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.